പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു വിചാരണ തടവുകാരനായി യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ യാത്ര നമ്മൾ കാണുന്നുണ്ട്. ഇവർ യാത്ര ചെയ്ത് ശുഭ തുറമുഖം എന്നു പേരുള്ള സ്ഥലത്തെത്തി. എന്നാൽ തണുപ്പ് കാലം അവിടെ അത്ര പറ്റിയതല്ല എന്ന് പറഞ്ഞ് ക്രേത്തയിൽ തണുപ്പ് കാലം ചെലവഴിക്കാൻ വേണ്ടി ഇവർ കപ്പൽ യാത്ര ആരംഭിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു, ഇപ്പോൾ യാത്ര ചെയ്യരുത്, നമ്മുടെ യാത്രയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ടും പൗലോസിൻ്റെ വാക്ക് പലരും കേൾക്കാതെ ആ കപ്പൽക്കാരുടെ വാക്ക് കേട്ടുകൊണ്ട് യാത്ര ആരംഭിച്ചു. ആ യാത്ര മുന്നോട്ട് പോയപ്പോൾ മന്ദമാരുതൻ ചെറിയ കാറ്റ് അടിക്കുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, യാത്ര നല്ലതാണ്. എന്നാൽ പുറകെ ശക്തമായ കൊടുങ്കാറ്റ്, ഈശാനമൂലിൽ നിന്ന് കൊടുങ്കാറ്റ് ഈ കപ്പലിന് നേരെ ആഞ്ഞടിക്കുക. രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു. അവർ പറയുന്നത്, ഞങ്ങൾ രക്ഷപ്പെടുമോ എന്ന് തോന്നുന്നില്ല. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. മരണഭയം ഉള്ളിൽ കയറിയതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ നിൽക്കുകയാണ്. 14 ദിവസമായി ഇവർക്ക് ദിക്ക് ഏതാണെന്നറിയത്തില്ല. സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല, നക്ഷത്രം കാണുന്നില്ല. പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന യാത്രയിൽ ഒരു രാത്രിയിൽ പൗലോസ് അപ്പോസ്തലൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിച്ച് പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടേണ്ട, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഈ യാത്രയിൽ, ഈ കപ്പലിൽ നീ യാത്ര ചെയ്താലും നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന വാർത്ത പൗലോസിൻ്റെ ചെവിയിൽ ദൈവത്തിൻ്റെ ദൂതൻ കൊടുത്തപ്പോൾ തനിക്ക് വളരെ ധൈര്യം വന്നു. തനിക്ക് മനസ്സിലായി, കപ്പൽ ആടി ഉലഞ്ഞാലും തകർന്നെന്ന് വന്നാൽ പോലും ഞാൻ മരിക്കത്തില്ല, ഞാൻ കൈസറുടെ മുമ്പാകെ എത്തും, റോമിലെത്തും. ഈ ബോധ്യം തനിക്കുണ്ടായി. 23-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. ദർശനത്തിൽ ദൈവം പൗലോസിനോട് പറയുന്ന മറ്റൊരു വാക്കുണ്ട്, നീ യെരുശലേമിൽ എന്നെ സാക്ഷിച്ചതുപോലെ റോമയിലും എന്നെ സാക്ഷിക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദത്തം തൻ്റെ ഉള്ളിലുണ്ട്. അതുകൂടാതെ ആ 14 ദിവസത്തിൻ്റെ ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഉറപ്പ് കൊടുത്തു, നീ കൈസറുടെ മുമ്പാകെ നിൽക്കണം, നീ റോമിലെത്തും. താൻ ജനങ്ങളോട് പറയുകയാണ്, പേടിക്കേണ്ട, നമുക്കൊന്നും സംഭവിക്കത്തില്ല, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. അവർ കാണുക അപ്പോസ്തലനായ പൗലോസ് ഭക്ഷണം കഴിക്കുന്നു. ഈ മരണഭയത്തിൻ്റെ നടുവിൽ ദിക്കറിയാതെ, ലക്ഷ്യമില്ലാതെ, രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടപ്പോഴും എങ്ങനെ മരണഭയം മാറി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു? ഒറ്റ വാക്കിൽ പറയാം, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. മാത്രമല്ല, ഒരു ദൈവശബ്ദം താൻ കേട്ടപ്പോൾ മുമ്പിലുള്ള പ്രശ്നം തനിക്കൊരു പ്രശ്നമല്ല. തനിക്കറിയാം, എന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് തൻ്റെ ആ ഭക്ഷണം കഴിക്കുന്ന പൗലോസിനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ടെൻഷൻ ഇല്ലാതെ താൻ ആയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ലക്ഷ്യം നഷ്ടപ്പെട്ട് രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ ഒരു വാക്കുണ്ടോ? ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യത്തോട് പറയാം, ആ ദൈവശബ്ദം എൻ്റെ ഭാരത്തെ മാറ്റും, എൻ്റെ പ്രശ്നത്തെ മാറ്റും. ഞാൻ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ വലിയവനായ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലസ് യു.